പുതുവത്സര രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ 15ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. ഈ രണ്ട് വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമകളാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടെ തന്നെയെന്നും പോലീസ്, അതായത് വാക്കുതർക്കം ഉണ്ടായപ്പോൾ കയ്യിൽ കരുതിയ കത്തിയെടുത്ത ഒരു വിദ്യാർത്ഥി ഈ യുവാവിനെ കുത്തി, ഒറ്റ കുത്തിന് തന്നെ ഇയാൾ മരിച്ചു. ആലോചിച്ച് നോക്കണം, കത്തി കൊണ്ട് നടക്കുന്ന 15കാരൻ അല്ലെങ്കിൽ 16കാരൻ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം കുട്ടികളിലേക്കൊക്കെ തന്നെ ഈ ലഹരി ഉപയോഗം കൂടിയതോടെ ഈ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ കുട്ടികളും സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കിതിനെതിരെ പൊരുതിയേ പറ്റൂ കേട്ടോ. ഈ പുതുവത്സരത്തിൽ ഈ നമ്മുടെ നാട്ടിൽ ലഹരി പതഞ്ഞൊഴുകാൻ അനുവദിച്ചുകൂടാ. കുട്ടികൾക്ക് ചോര കാണുമ്പോഴൊക്കെ അവർ കൈയറയ്ക്കുന്നില്ല. അമൽ സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂർ നിന്ന്. അമൽ, കേരളത്തെ ഷോക്കേൽപ്പിച്ച ഒരു രാത്രിയിലെ വാർത്തയായിരുന്നു അത്. ഈ കുട്ടികൾക്ക് വലിയ വലിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പരിചയമുണ്ടെന്നാണോ പോലീസ് കണക്കുകൂട്ടുന്നത്? SKN കേരളത്തെ ഒന്നാകെ, തൃശ്ശൂർ നഗരത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ പുതുവത്സര രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ നടുക്കത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു. 14ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ 30 വയസ്സുകാരനായ ലിവിൻ ഡേവിസിനെ കുത്തിക്കൊന്നു എന്നത്. ഈ വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അത് അവരുടേതായിരുന്നില്ല, മറിച്ച് ഈ ലിവിൻ ഡേവിസിൻ്റെതാണ് എന്നൊരു വാദം ആദ്യ സമയത്ത് ഈ പ്രതികൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് എന്നും ഈ കത്തി വിദ്യാർത്ഥികളുടെ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ വന്നത്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളായിരുന്നുവെന്നും മുൻകാലങ്ങളിൽ, അതായത് ഇവർ 9ാം ക്ലാസ്സിൽ പഠിപ്പിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് എന്നും അന്ന് അതിന് കാരണമായത് കത്തി കാട്ടി സഹപാഠിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭവമായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി സംഭവിച്ച വികാസങ്ങൾ എന്താണെന്ന് ഒരു ചുരുക്കി പറയാം. മറ്റൊന്നുമായിരുന്നില്ല, തെക്കിൻകാട് മൈതാനത്തെ ലിവിൻ ഡേവിസും യുവതിയുമായിട്ടുള്ള ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലിവിൻ ഡേവിസ് തേക്കിൻകാട് മൈതാനത്ത് സ്ഥിരം സന്ദർശകനായിരുന്നു. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ, 2 പെൺകുട്ടികളുമായിട്ട് തേക്കിൻകാട് മൈതാനത്തിലേക്ക് വരികയും തുടർന്ന് ലിവിൻ ഡേവിസ് ഇവരെ ചോദ്യം ചെയ്യുകയും ഇതേ തുടർന്ന് ഈ വിദ്യാർത്ഥികൾ പ്രകോപിതരായി ഈ ഒരു 30 വയസ്സുള്ള ലിവിൻ ഡേവിസിനെ കുത്തിക്കൊല്ലുകയുമായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം അവിശ്വസനീയതകൾ നിലനിർന്നിരുന്നു. കാരണം ഇത്തരം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത്തരമായി തന്നേക്കാൾ ഒരുപാട് വയസ്സ് മുതിർന്ന ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിക്കാൻ അല്ലെങ്കിൽ കുത്തിക്കൊല്ലുവാൻ, ഒറ്റ കുത്തിന് തന്നെ കൊല്ലുവാൻ സാധിക്കുക എന്നൊക്കെയുള്ള അവിശ്വസനീയതകളും അല്ലെങ്കിൽ സംശയങ്ങളും എല്ലാം ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ച മട്ടാണ് ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ്, ഈ തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഗുണ്ട പാർട്ടികളും മറ്റും, ആ പാർട്ടികളിൽ പങ്കെടുത്തിരുന്നത് ഭൂരിഭാഗം പേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു എന്നൊരു വാർത്ത മുൻപ് വന്നിരുന്നു. ഈ വാർത്തയുമായി അത് ചേർത്ത് വായിക്കേണ്ടതാണ് SKN. ഈ ഇതിലൊരു കുട്ടിയെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ കത്തി കാട്ടി ഭയപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടോ? അതെ SKN, തീർച്ചയായും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ പുറത്താക്കിയ ബാക്ക്ഗ്രൗണ്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു. വല്ലാത്ത ഒരു വാർത്തയാണിത്. എന്തായാലും ഈ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ രക്ഷകർത്താക്കളെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അധ്യാപകരും ശ്രദ്ധിക്കണം, PTO ഒക്കെ കാര്യമായിട്ട് സ്കൂളുകളിൽ പ്രവർത്തിക്കണം. കാര്യം ലഹരിയെ ക്യാമ്പസിൽ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് പാഠഭാഗങ്ങളൊന്നുമല്ല, മനുഷ്യൻ്റെ ചോരക്കറ കാണാൻ താല്പര്യം വരുന്ന ലഹരിയാണ് അവരുടെ ഉള്ളിലെന്ന് നമ്മൾ അറിയുക. അവരല്ല കത്തിയെടുത്ത് കുത്തിയത്, ലഹരിയാണ് കുത്തിയത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു.